Hey, hello, assalamu alaikum. Eid Mubarak. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ആൻഡ് വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. അങ്ങനെ ഇന്ന് 29ാമത്തെ നോമ്പ് കൊടുത്ത് നമ്മൾ അജുനെ ഹോസ്റ്റലിൽ കൂട്ടിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് നമുക്കൊരു അടിപൊളി നോമ്പ് തുറയും കിട്ടിയിട്ടോ. ഇന്നിവിടെ എളാപ്പൻ്റെ വീട്ടിലാണ് നോമ്പ് തുറ. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളിവിടെ എത്തുന്നു ഒട്ടും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ വന്ന് എത്ര നോമ്പെടുത്ത്? അടിപൊളി. എങ്ങനെ വന്നു? ഫ്ലൈറ്റില്. മൂന്നാളും ഉപ്പയും അമ്മയും ഇതും കൂടെ ഒറ്റക്ക് പോവാണ് ശരിക്കും മൈനർ. അപ്പൊ ഉമ്മ ഇപ്പം എങ്ങനെ വന്നു? ഇന്നലെ രാത്രി വന്നു. അപ്പോൾ ഇസുപ്പ് സ്ഥിരമായിട്ട് ഹൈദരാബാദിൽ നിന്ന് അൺഅക്കംപനീഡ് മൈനറിൻ്റെ കാറ്റഗറിയിലാട്ടോ വരാറ്. അങ്ങനെ പെരുന്നാൾ പ്രമാണിച്ച് മൈലാഞ്ചിടുന്ന കർമ്മങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനും നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഫ്രൂട്ട്സും വെള്ളവും ഡേറ്റ്സൊക്കെ വണ്ടിയിൽ കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ തവണ നോമ്പിന് ഞാൻ എവിടെയും നോമ്പ് തുറക്കാൻ പോയിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ പള്ളിയിൽ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ശരിക്കും പറഞ്ഞൊരു ലോട്ടറി അടിച്ച നോമ്പ് തുറ. അപ്പോൾ ഇന്നത്തേക്കുള്ള അറേഞ്ച്മെൻറ്റ്സും ഫുഡും എല്ലാം കാറ്ററിംഗ് ആണ് കേട്ടോ. ബിരിയാണിയും പത്തിരിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. എന്ത് വാൾപേപ്പർ പിന്നെ ഞാനത് കണ്ടിട്ട് അപ്പോൾ പെരുന്നാളാണെന്നുള്ള കൺഫർമേഷൻ കിട്ടിയപ്പം നമുക്ക് എല്ലാവർക്കും മൈലാഞ്ചി വാങ്ങിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ആരെ കൊണ്ടുപോകും, എങ്ങനെ പോകും, ആരൊക്കെ പോകണം എന്നുള്ളൊരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെരുന്നാളായതുകൊണ്ട് ടൗണിലൊക്കെ തിരക്കായിരിക്കും എന്നുള്ളൊരു ഡിസ്കഷൻ ആണുങ്ങളെ സൈഡിൽ നിന്നുണ്ട്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച മൈലാഞ്ചി തന്നെ നമുക്ക് കിട്ടണം എന്നുള്ളൊരു ഡിസ്കഷൻ ഞങ്ങളെ സൈഡിൽ നിന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് മൈലാഞ്ചി വാങ്ങി വന്നു കേട്ടോ. ഹലോ. നാളെ എവിടെയാണ് പെരുന്നാളടി? നാളെ മുത്തു. അങ്ങനെ മൈലാഞ്ചി ഇട്ടിരുന്ന ആളാണ് സുമി, എളാപ്പൻ്റെ മോളാണ്. അവർ ഹൈദരാബാദിലാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ മീറ്റ് ചെയ്യുന്നതിന് വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നമുക്ക് കാണുമ്പോൾ കുറേ കഥകൾ പറയാനുണ്ടാവും. പിന്നെ കുറേ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസുക്ക് ബോറടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവളെ കൂടെ ക്രോസ് വേർഡ് കളിച്ചു. അങ്ങനെ ഞാനും അജയും മൈലാഞ്ചിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അജു ഉമ്മക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്ര പിന്നെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് സ്വന്തമായിട്ട് കല പരീക്ഷിച്ചിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് സോ പ്രൗഡ് ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ ഏകദേശം ഒരു 12 മണിയായി. ഇപ്പം നമ്മൾ വീട്ടിലെത്തി കേട്ടോ. GCCയിലും നാട്ടിലൊക്കെ ഒരേ ദിവസം തന്നെ ഈദ് ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറച്ച് ലൈറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു ഈദിൻ്റെ ഡെക്കറേഷൻ ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഈദിനല്ല കേട്ടോ, നമ്മൾ നോമ്പിനെ ചെയ്ത ഡെക്കറേഷൻ ആയിരുന്നു. ഇപ്പം അതൊരു ഈദ് ഡെക്കറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പെരുന്നാൾ പ്രമാണിച്ച് നമുക്ക് കുറച്ച് ഈദ് ഗിഫ്റ്റ്സ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പാക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ അജു ബെസ്റ്റാണ്. അതുകൊണ്ട് ആ ജോലി ഞാൻ അവളെ ഏൽപ്പിച്ചതാണ്. അജുനും അസക്കൊക്കെ അവരുടേതായിട്ടുള്ള കുറച്ച് ഫേവറേറ്റ് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗിഫ്റ്റ്സ് പാക്ക് ചെയ്യണത്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഗിഫ്റ്റ്സ് കൊടുക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് ഇങ്ങനെ കിട്ടാറുമുണ്ട്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ തരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലേ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് പോയിട്ട് എല്ലാവരെയും ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്ത് വെക്കണം. രാവിലെ എണീറ്റിട്ട് ഓരോ സാധനങ്ങൾ തിരഞ്ഞ് നടക്കണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഏകദേശം 5:30 ഞാൻ എണീറ്റിട്ടുണ്ട്. ഷെഡപടയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 7:30 പെരുന്നാൾ നിസ്കാരം. അങ്ങനെ ഓൾമോസ്റ്റ് 7 മണിയായപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ ഉപ്പൻ്റെ ഉമ്മൻ്റെ അടുത്ത് പോവാണ്. അവരെയും പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈദ്ഗാഹിലേക്ക് പോവാൻ. ഉറക്കൊന്നും തികയായിട്ടേ കണ്ണൊക്കെ വേദന ആവണ്ടേ. കണ്ണ് വേദന തന്നെ ഒരു പെരുന്നാൾ ഫീലാണ്. കാരണം എല്ലാ പെരുന്നാളിലും അങ്ങനെയാണ്, രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവും. അങ്ങനെ ഉപ്പയും ഉമ്മയും റെഡിയായി നമ്മൾ ഒരുമിച്ച് ഇറങ്ങാണ് കേട്ടോ.
ഇത്തവണത്തെ ഈദ്ഗാഹ് ഒരു ഫുട്ബോൾ ടർഫിൽ വെച്ചിട്ടാണ് ട്ടോ. എൻ്റെ ഇപ്രാവശ്യം ഈദ്ഗാഹിന്ന് കുറേ ആളെ മീറ്റ് ചെയ്തു കേട്ടോ. ശരിക്കും ഈ ഈദ്ഗാഹും ഈ ഒത്തുകൂടലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വിഷസൊക്കെ ആണല്ലോ നമ്മുടെ ഈ സെലിബ്രേഷനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആണേ. അപ്പം ഇനി നമുക്ക് എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയാലോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും ഇറങ്ങിയിട്ടോ. 2 മാമന്മാരെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. എല്ലായിടത്തും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷെഹൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ചക്ക ഐസ്ക്രീം ആയിരുന്നേ. പിന്നെ സെലീൻതാൻ്റെ യൂഷ്വൽ ഐറ്റം നല്ല ശർക്കരയൊക്കെ ഇട്ട ചെറുപയർ പരിപ്പിൻ്റെ പായസം. പിന്നെ നമ്മളെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ബിരിയാണി ആയതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ബിരിയാണി തിരിച്ചിട്ടാട്ടോ വിട്ടത്. അങ്ങനെ എല്ലാ പെരുന്നാളിൻ്റെയും പോലെ എല്ലായിടത്തും കയറി ഇറങ്ങാനുള്ള ടൈം ഉണ്ടായില്ല. കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാ ഉണ്ട്. അപ്പോൾ ജുമാ കൂടാൻ വേണ്ടി നമ്മൾ നേരെ രണ്ടത്താണി എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിലാട്ടോ പെരുന്നാളിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാവുക. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടാ, ഭക്ഷണമൊക്കെ കഴിക്കുക, പിന്നെ ഒരു അടിപൊളി ഫോട്ടോ സെഷൻ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ പിരിയുള്ളൂ. ഇതെന്താണ് കുട്ടി? ഇത് 2 ഉമ്മാൻ്റെ സിസ്റ്റേഴ്സും അത് ഉമ്മാൻ്റെ എൽഡർ ബ്രദറും ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷനായി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മെനു ചിക്കൻ മന്തി ആൻഡ് സാദാ ചോറാണ് കേട്ടോ. നമ്മുടെ എല്ലാ കുട്ടികളെയും നമ്മൾ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ എത്തിയിട്ടുണ്ട്. നല്ല കുട്ടികള്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും നമ്മളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാദാ ചോറും ബീഫ് വരട്ടിയതും പിന്നെ നമ്മളൊരു സ്പെഷ്യൽ പുളിങ്കറി ഉണ്ട്. നല്ല പുള്ളിയുള്ള തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറി, അതിൻ്റെ കൂടെ പപ്പടം, പിന്നെ കൈപ്പങ്ങ അച്ചാർ. അത് ശരിക്കൊരു മെമ്മറബിൾ മീലാണേ. ഇതാരട്ടെന്ന് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആരാ ഇട്ടാന്നേ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷേ. എന്റേതാരട്ടെന്ന് ഏത് താത്ത? 2 കയ്യിലോട്ടാ. നല്ല രസമുണ്ടല്ലോ. ശാലുത്താത്ത സംഭവമാണല്ലോ. അങ്ങനെ സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തായിരുന്നു. ഒരു ഹായ് പറയും. അപ്പം നമ്മളുടെ ചാൻസ് എത്തിയിട്ടുണ്ട്. ഞാനും സാദാ ചോറാട്ടോ കഴിക്കണേ. സാദാ ചോറ്, പയർ ഉപ്പേരി, ഈ ബീഫ് വരട്ടിയതൊരു രക്ഷയില്ലേനു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഇതൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്താണ് കേട്ടോ. മന്തി മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ ഇടയിൽ പെരുന്നാൾ പൈസൻ്റെ കളക്ഷൻ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഏകദേശം നമ്മളെ പെരുന്നാളിൻ്റെ മെയിനായിട്ടുള്ള ഇവൻറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണാട്ടോ എല്ലാവരെയും മുഖത്തേ കാണുന്നത്. അപ്പം നമ്മളുടെ പെരുന്നാളിൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു അടിപൊളി ഫോട്ടോ സെഷൻ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞിട്ടോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഇസ് ഫറാ സൈനിങ് ഓഫ്. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.